വിഷയം ഞാൻ പറഞ്ഞ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ അതിൻ്റെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും വരും. ആ സർക്കാരിൻ്റെ നിലപാട് പറയും, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള അത് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കും. അത് മറ്റൊരു തരത്തിൽ കാണേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇത് രമ്യമായി പരിഹരിച്ചിരിക്കും. അതിന് യാതൊരു സംശയമില്ല. ഇതിപ്പം ഞാൻ അതിനകത്ത് എന്താ പറയുക, പലപ്പോഴും പല കാര്യങ്ങൾക്കും അതിനകത്ത് ഈ പറഞ്ഞ നമുക്ക് വേറെ ദുഷ്ടലാക്കോടുകൂടി ഈ മുന്നോട്ട് പോകുന്നവർ പലരും കാണും. ഞാൻ ഇന്ന ആളെന്നൊന്നും പറയുന്നില്ല. ഇതൊരു വിഷയം ഈ പറയുന്ന കുഴപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരും കാണും. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വന്നതൊന്നും അല്ലല്ലോ. ഇപ്പം പെട്ടെന്ന് എങ്ങനെ എടുത്ത് ചാടി? ഇത് നേരത്തെ ഉണ്ടല്ലോ. അത് ഒരു പ്രശ്നവും പരിഹരിച്ചിരിക്കും. ഒരു പ്രശ്നവും പരിഹരിക്കും. എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റും ആയുള്ള ഈ വിഷയം അത് രമ്യമായി പരിഹരിക്കപ്പെടും. അത് യാതൊരു സംശയവുമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ കേരള കോൺഗ്രസ് അത് മുൻകൈ എടുക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രിയെ കാണുകയും ചർച്ച നടത്തുകയും ഇതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കാണുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ കണ്ടു. അതിനുശേഷം നിയമസഭയുടെ ഘട്ടത്തിൽ അവിടെ MLA-മാരുടെ ഡെലിഗേഷനായിട്ട് തന്നെ മുഴുവൻ MLA മന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ മന്ത്രിയെ കണ്ടു. അനുഭാവപൂർണമായ ഒരു നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്. അത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് അതിനകത്തൊരു സംശയവും വേണ്ട. അതിനകത്ത് ഇത് രമ്യമായി തന്നെ പരിഹരിക്കും. ഈ നിയമസഭയിലടക്കമുള്ള ആളുകൾ മന്ത്രിയുടെ ശൈലിയും സംഭാഷണ രീതിയും ഒരു ഭീഷണി തരത്തിലേക്ക് അത്തരത്തിലൊരു ചിത്രീകരിക്കപ്പെടുന്നു പറയുന്നില്ല. ഇതിപ്പം അവരുടെ ഇതിപ്പോൾ ഒരു സഭയുടെ ആവശ്യം മാത്രമല്ലല്ലോ, ക്രൈസ്തവ ആവശ്യം മാത്രമല്ല. NSSന് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള വിഷയത്തിൽ NSSന് അനുകൂലമായ ഒരു തീരുമാനം സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ അവിടെ ഇപ്പോഴും ഇവിടെ SLP കേസുകൾ ഇൻഡിവിജ്വലായിട്ടുള്ളവരുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അതൊരു പരിഹരിക്കുവാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇപ്പോൾ ഒരു തീരുമാനം ഉടനെ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അത് മറുവശം പറഞ്ഞ് അങ്ങനെ പോകുമല്ലോ. അത് പരിഹരിക്കും, രമ്യമായി പരിഹരിക്കും. അതുകൊണ്ട് നമ്മളിനി അത് പ്രസ്താവനയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കും. കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 2021 തൊട്ട് 25 വരെ കാലഘട്ടങ്ങളിൽ തന്നെ അധ്യാപക നിയമനം 36,613 നിയമനങ്ങൾ നടത്തി. അപ്പോൾ അതെല്ലാം മാനേജ്മെൻറ്റിനോടൊപ്പമാണ് സർക്കാർ. ഏത് വിഷയമാണ് സർക്കാർ പരിഹരിക്കാത്തത്? എല്ലാ വിഷയങ്ങളും സാമൂഹ്യമായ വിഷയങ്ങൾ സർക്കാർ പരിഹരിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഏത് വിഷയമായിട്ടും വന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം കേരള കോൺഗ്രസ് ഇടപെട്ടിട്ടുമുണ്ട്. അത് ഒരു തരത്തിൽ പറഞ്ഞ പരിഹാരം കണ്ടിട്ടുമുണ്ട്. ഇതിനകത്തും പൂർണ്ണമായി പരിഹാരം ഉണ്ടാകും.